ശരിക്കും പറഞ്ഞാൽ സൈജു ഗ്രൂപ്പിന് 2 നായികമാരാണ്. ഞങ്ങൾ നായിക പശുവാണ്, ചെറിയൊരു അമർഷം രേഖപ്പെടുത്തി ഞാൻ വെച്ച് നോക്കാനായിരുന്നു. ഐശ്വര്യനെക്കാട്ടി സുന്ദരിയാണ് ഞങ്ങളുടെ മണി. ഒരുപാട് കോമഡി താരങ്ങൾ ഇന്റർവ്യൂ പറയുന്നതാണ്, ഞങ്ങൾക്ക് നല്ല രീതിയിൽ തമാശകൾ പറയാൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട്, ആളുകൾ ഏറ്റെടുക്കുന്ന രീതി ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാട്സപ്പ് കോമഡിയിൽ വരുന്നതിന്റെ അത്ര നല്ല കോമഡി നമുക്ക് സ്റ്റേജിൽ പറയാൻ പറ്റും. ആളുകളുടെ ഒരു പ്രേക്ഷകരുടെ ഒരു അഭിരുചി ഭയങ്കരമായിട്ട് മാറിയിട്ടാവും. ആദ്യത്തെ സ്റ്റേജ് ഷോ കിട്ടുമ്പോ 125 രൂപയ്ക്ക് 2 ഷോയൊക്കെ കവാറുണ്ടാവും. അപ്പൊ 250 രൂപ കിട്ടിയാലും ഭയങ്കര സന്തോഷം. നമുക്കൊക്കെ എല്ലാവരും വീടും കാറും ഇതൊക്കെയുള്ള സന്തോഷം. ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും അത്യാവശ്യം അതുണ്ടാക്കി തന്ന മനുഷ്യനാണ് ഈ സിനിമ ഉണ്ടാക്കാൻ ഇറങ്ങിപ്പെട്ട മനുഷ്യൻ. തമാശ അല്ലെങ്കിൽ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തതിന് അത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ചേർന്ന് സംസ്ഥാന അവാർഡ് ഹാസ്യ നടനുള്ള അവാർഡ് വെട്ടിക്കളഞ്ഞു. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അവാർഡ് കിട്ടിയത് സലിംകുമാറിനായിരിക്കും. എനിക്ക് തോന്നുന്നു കരച്ചിൽ എന്ന് പറയുന്ന ഒരു വെരി സ്ട്രോങ് ഇമോഷൻ അല്ലേ, അത് കാണുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട്. ഹാസ്യം ആക്ച്വലി ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ തമാശകളുണ്ടാണ് മരണം. പക്ഷെ നമ്മൾ ആക്ച്വലി ചിരിക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ആവുന്നു. അപ്പൊ ഇന്റൻസ് ഇമോഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരച്ചിലാണ്. സാറിന്റെ അമ്മ മരിച്ചപ്പോൾ ഇതേപോലെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റാർ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇത് കയറുന്നു, അവര് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആയതുകൊണ്ട് അത് വേറെ രീതിയിലുണ്ട്. ഹായ് ഹലോ നമസ്കാരം. പൊറാട്ട് നാടകം എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളായിട്ട് ഇന്ന് കൂടെ ജോയിൻ ചെയ്യുന്നത് 3 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നിങ്ങൾക്ക് നമസ്കാരം. രാവിലെ മുതലേ പ്രൊമോഷൻ ഷൂട്ടിന് പോയി ക്ഷീണിച്ചിരിക്കാതെ എനിക്കറിയാം. പക്ഷെ നമുക്ക് ഈ ഇന്റർവ്യൂ നമുക്ക് അടിച്ചു പൊളിക്കാം. ഞാൻ പറയുന്നത്, നമ്മൾ അഭിനയിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നടന്മാര് അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആൾക്കാര്, അതിൽ സംഗീതം ചെയ്ത ആൾക്കാര് അത്യാവശ്യം പ്രൊമോഷൻ മാർക്കറ്റിൽ പോകണം എന്നുള്ളതാണ്. അതിൽ ക്ഷീണമല്ല, സന്തോഷമാണ് അല്ലേ? ഞങ്ങൾക്ക് സന്തോഷമാണ് നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി കിട്ടാന്ന് പറഞ്ഞാൽ എപ്പോഴും കിട്ടാറുമില്ല. നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാം. പേര് പൊറാട്ട് നാടകം എന്നാണ്. പാലക്കാടിലെ ഒരു വലിയൊരു കലാരൂപമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ട്. അപ്പൊ ആ പേര് കേൾക്കുമ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ആ നാടകം തന്നെയാണ്. പൊറാട്ട് നാടകം എന്ന് പറഞ്ഞാൽ പാലക്കാടൻ ഏരിയയിലാണ് അതിന്റെ അതിന്റെ ഒരു ഇതുള്ളത്. അത് വടക്കൻ കേരളത്തിലോട്ടുള്ളൊരു ഒരു ഇതാണ്. അപ്പൊ അതില് ആർട്ട് ഫോമില് കുറെ ഡബിൾ മീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും നമ്മുടെ സറ്റയറാണ് കൂടുതലും അവര് അവതരിപ്പിക്കുന്നത്. അതില് അവര് പറയേണ്ടത് ആരുടെ വിഷയമാണെങ്കിലും വിമർശനങ്ങളാണ്. വിമർശന നാടകമാണ് സറ്റയർ. നമ്മുടെ സിനിമ പറയുന്നതും സറ്റയറാണ്. നമ്മുടെ സിനിമ സറ്റയർ പറയുന്നത് നർമ്മം ചേർത്തിട്ടാണ് അതിന്റെ അവസാനം വരെ. പക്ഷെ ആൾക്കാർക്ക് മനസ്സിലാവും ഇത് ഇയാക്കിട്ടാണ് മനസ്സിലാവുന്ന രീതിയിലുള്ള സെറ്റയറാണ്. ഓക്കെ, ആദ്യ സിനിമയാണെന്ന് കേട്ടു. എങ്ങനെ ഈ സിനിമയിലേക്ക് എത്തുന്നത് ഐശ്വര്യ? എന്നെ ഈ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സിദ്ദിഖ് സാറാണ്. അപ്പോ സാറിനെ ഈ മൊമെന്റ് ഞാൻ ഓർക്കുന്നു. എന്റെ ഗുരുനാഥനാണ് സാർ. മലയാളം ഇൻഡസ്ട്രിയിലേക്ക് എന്നെ ആദ്യമായിട്ട് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നത് സാറാണ്. അപ്പോ സാറിന്റെ കീഴിൽ സൂപ്പർവിഷനിൽ എനിക്ക് വർക്ക് ചെയ്യാനും പറ്റി. ആദ്യത്തെ ദിവസങ്ങളൊക്കെ സാർ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ. അപ്പോ സിദ്ദിഖ് സാറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എനിക്ക് രാഹുൽ ചേട്ടൻ ആദ്യം കാണുമ്പോ, പണ്ട് ഞാൻ എന്റെ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സിനിമ ചോട്ട. ആദ്യം കുഞ്ഞുവാവായിരുന്നു, കുണുവാവായിരുന്നു. അത് ഞാൻ ആദ്യം തിയേറ്ററിൽ പോയിട്ട് എനിക്ക് പാരന്റ്സിനെ കൂടെ കണ്ട സിനിമ ചോട്ട മുംബൈ. അതിൽ പാട്ട് ഇപ്പോഴും ഹിറ്റാണ്. അന്ന് ഞാൻ തിയേറ്ററിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തൊരു പാട്ടാണ്. ആൻഡ് സത്യത്തില് ചേട്ടന്റെ ഫേസ് ഫെമിലിയർ അല്ലെങ്കിൽ പേര് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. ഞങ്ങളിപ്പോ TV ഷോയിൽ കണ്ടിട്ടാണ് ഫേസ് ഞങ്ങൾക്ക് അതൊരു ഗുണം ചെയ്തിട്ടുണ്ടോ TV ഷോയിൽ വന്നപ്പോ ആൾക്കാർക്ക് കൂടുതലായിട്ട്? പിന്നെ തീർച്ചയായും. കാരണം ഇപ്പൊ ഞാൻ എപ്പോഴും ഒരു ചില ആളിപ്പോ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ കുറച്ച് അമ്മമാരെയൊക്കെ കാണണേ, അതേ നമ്മുടെ ആളുകൾ വന്നിട്ടുണ്ട്. ആ ഒരു ഗുരു ആരാണ്? ഗുരു ആരാന്ന് പറയും. എന്റെ ഗുരുവോ മീൻസ് എങ്ങനെ? സംഗീതത്തിലെ ഗുരു ആരാണ്? സംഗീതത്തിലെ ഗുരു മധുസൂദന മേനോൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഭാഗവതരുണ്ട്. അദ്ദേഹം നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഒക്കെ അമ്മാവനാണ്. അദ്ദേഹമാണ് ഒന്നാം വയസ്സിൽ. അതിനുശേഷം KM ഉദയൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പോസർ ഉണ്ട്. ഉദയ മാഷ അറിയാമായിരിക്കും. ഉദയ മാഷാണ് എന്നെ ഒരു ഈ പറഞ്ഞ ഒരു കമ്പോസർ എന്നുള്ള രീതിയിലേക്ക് വളർത്തിയെടുത്തത്. ആ ഒരു ഇൻപുട്സ് തന്ന് ആക്കിയെടുത്തത്. ഇപ്പൊ ആളുകൾ കണ്ട ഓടി വന്ന് സംസാരിക്കാം. അതാണ് ആ ഒരു ആളുകൾ കാണുമ്പോഴുള്ള ഒരു ആക്സസ് ഉണ്ടല്ലോ, അത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് എന്നുള്ളത് ഒരുപക്ഷെ ആ ഷോയിൽ വന്നതിന് ശേഷമാണ്
എനിക്കത് ശരിക്കും അതിനു മുമ്പ് ഞാൻ ഒരിക്കലും എന്തെങ്കിലും ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് മുങ്ങും. അതാണ് എൻ്റെ ഒരു ജനറൽ പരിപാടി. അല്ല അങ്ങനെയല്ല, ഒരു നമ്മുടെ പണി ചെയ്താൽ ഷൈ ആയിരുന്നു, ഇപ്പൊ അത് മാറി നമ്മുടെ ജോലി ചെയ്താൽ മതിയല്ലോ എന്നുള്ള. പക്ഷെ ജോലി ചെയ്തത് ഞാനാണ് ആ ജോലി ചെയ്തത് എന്ന് അറിയിക്കുകയും കൂടെ വേണം എന്നത് ഈ കാലത്തിന്റെ ഒരു റെലവൻസ് ആണല്ലോ. അപ്പൊ ഡെഫിനറ്റ്ലി ആ ഒരു ഷോയിൽ വന്നതിന് ശേഷം നമ്മൾ ഒരിക്കലും എത്തപ്പെടാനാവാത്ത ഒരു സെഗ്മെന്റ് ഓഫ് പ്രേക്ഷകര്, അമ്മമാര് അല്ലെങ്കിൽ ആ ഒരു വിഭാഗമുണ്ട്. അവരെവിടെ ഏത് കല്യാണത്തിന് പോയാലും ഒരു ഗ്രൂപ്പ് ഓഫ് അമ്മമാരാണ് നമ്മളെ. അപ്പൊ പിള്ളേര് ഇതേതായി മനുഷ്യൻ അപ്പൊ അവര് കേട്ട ലൈലാഗമയൊക്കെ പ്രോബബ്ലി 8 വർഷമായി. ഇപ്പൊ നമ്മളിപ്പോഴും ഇന്റർവ്യൂവിന് മുമ്പ് ലൈലാഗമയെ പാടാൻ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് അബൌട്ട് എ ഡെക്കേഡ്. അതല്ല, അടുത്ത ഹിറ്റിനുള്ള സമയം കഴിഞ്ഞു എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. അപ്പോഴാണ് ഈ അമ്മമാരുടെ പാട്ട് ഹിറ്റ് ആയാൽ അതിന്റെ ഒരു പെൻഷൻ കുറച്ചാളുണ്ട്. അടുത്ത പാട്ട് ഹിറ്റ് ആക്കിയാലാണ് അടുത്ത വരുള്ളൂ. ഇപ്പൊ അമ്മമാരാണ് കൂടുതൽ അമ്മമാരാണ് പിന്നെ കടന്നു വന്നത്. ധർമ്മ ചേട്ടന് പുറത്താകുമ്പോ ഏറ്റവും കൂടുതൽ ഫാൻസ് ആരാ? കുട്ടികളാണോ അതോ ഏത് ഏജ്? എനിക്ക് കുട്ടികളും വയസ്സന്മാരും എല്ലാവരും ഒക്കെ ഉണ്ട്. ഞങ്ങള് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഉണ്ടായിരുന്നു. ഞാനും വിശാലിൽ പോണ പരിപാടികൾക്ക് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ മിമിക്രി അവതരിപ്പിക്കാൻ നേരത്ത് പൊതുവെ ഞങ്ങൾ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ഒരു കാലിന് മുടന്നുള്ള ഒരാളെ പറ്റി ഞങ്ങൾ കളിയാക്കി ഞങ്ങൾ സ്കിറ്റ് ചെയ്തിട്ടില്ല. രാഷ്ട്രീയ സ്കിറ്റ് ഞങ്ങൾ സിനിമയില് എന്ന് പറഞ്ഞ പരിപാടി ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഞാനും അവനും കൂടി അവതരിപ്പിക്കുന്ന പരിപാടിയിൽ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ വേറൊരാളെ കളിയാക്കിയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവം ചെയ്യില്ല. സ്ത്രീ കഥാപാത്രങ്ങൾ ഞാനും അവനും ഇഷ്ടംപോലെ അണിഞ്ഞിട്ടുണ്ട്. പക്ഷെ വൾഗറായിട്ട് ചെയ്യില്ല. ഒരു വസ്ത്രധാരണത്തിലായാലും എന്തിലായാലും അത് വളരെ നല്ല പിടിക്കും. നമ്മുടെ വീട്ടിലും അമ്മയും പെങ്ങന്മാരൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലുള്ള സ്കിറ്റുകളാണ് ഞങ്ങൾ പിടിച്ചിട്ടുള്ളത്, കളിച്ചിട്ടുള്ളത്. ഈ ലോകം മുഴുവൻ നടന്ന് കളിച്ചിട്ടുള്ളത്. അതിലൊന്നും ഇതേവരെ കളിച്ചിട്ടില്ല. സ്കിറ്റ് കളിക്കുമ്പോൾ എൻ്റെ കോമഡി മാത്രം പിടിക്കും. ആ വൾഗർ കോമഡിയുടെ കയ്യടി നമുക്ക് വേണ്ട എന്നങ്ങോട്ട് വിചാരിക്കും. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പം ഒരുപാട് കോമഡി താരങ്ങൾ ഇന്റർവ്യൂ പറയുന്നതാണ്, ഞങ്ങൾക്ക് നല്ല രീതിയിൽ തമാശകൾ പറയാൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട്, ആളുകൾ ഏറ്റെടുക്കുന്ന രീതി ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് വാട്സപ്പ് കോമഡിയിൽ വരുന്നതിൻ്റെ അത്ര നല്ല കോമഡി നമുക്ക് സ്റ്റേജിൽ പറയാൻ പറ്റുന്നില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള കോമഡികളാണ് വാട്സപ്പിലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പൊ ആളുകളുടെ ഒരു പ്രേക്ഷകരുടെ ഒരു അഭിരുചി ഭയങ്കരമായിട്ട് മാറി. ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാല് ബുദ്ധിമുട്ടുള്ള കാര്യമായി മാറി. അവിടെ നിന്ന് ഇപ്പൊ നാടകവും ഗാനമേളയൊക്കെ വീണ്ടും മുന്നിലേക്ക് വന്നു. മിമിക്രിക്ക് ഒരു സുവർണ്ണ കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ചെറുതായിട്ടൊന്നും ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ നിൽക്കാറായിരിക്കും. ഇത് എല്ലാ ചാനലുകളും കൂടി ഒരുപാട് മിമിക്രി ഷോ ഉണ്ട്, റിയാലിറ്റി ഷോകളുണ്ട്. അതിലൊക്കെ എല്ലാ കലാകാരന്മാരും വരുന്നുണ്ട്. പക്ഷെ കലാകാരന്മാരൊക്കെ ഒരുപാട് രക്ഷപ്പെട്ടു. പണ്ടത്തെ പോലെയല്ല. ഞാനൊക്കെ ഒരു 100 രൂപ 125 രൂപയിലാണ് ആദ്യത്തെ സ്റ്റേജ് ഷോയൊക്കെ കിട്ടുമ്പോൾ 125 രൂപയ്ക്കാണ്. ചിലപ്പോൾ 2 ഷോയൊക്കെ മിക്കവാറും ഉണ്ടാവും. അപ്പൊ 250 രൂപ കിട്ടിയാലും ഭയങ്കര സന്തോഷം. അപ്പൊ അതൊരു പിന്നെ എല്ലാ ദിവസവും ഉണ്ടാവും. 250 രൂപ വെച്ച് എല്ലാ ദിവസം കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവുമായിരുന്നു. അത് മാറി 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 നമുക്കൊക്കെ എല്ലാവരും വീടും കാറും ഇതൊക്കെ ആയിട്ടുള്ള സന്തോഷം. ഒരുമാതിരിപ്പെട്ട എല്ലാ ആർട്ടിസ്റ്റുകളും അത്യാവശ്യം സെറ്റിൽഡായി. അതൊരു മിമിക്രി അതുണ്ടാക്കി തന്ന മനുഷ്യരാണ് ഈ സിനിമ ഉണ്ടാക്കാൻ ഇറങ്ങിപ്പെട്ട മനുഷ്യർ. അവരൊക്കെ കൂടിയുള്ള ഒരു സംഘമാണ് ഒരു മിമിക്രിക്കാരുടെ ജീവിതത്തിന് അടിത്തറവായി തന്ന ഒരു മനുഷ്യന്റെ അവസാനത്തെ കൈപ്പോകുന്ന സിനിമയാണ് ഈ പൊറാട്ട് നാടകം എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിന്റെ വളരെ ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യൻ, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് ആയിട്ട് ചെയ്യുന്ന നൗഷാദിക്കയാണ് ഇതിന്റെ സംവിധാനം. ഞങ്ങളുടെയൊക്കെ ഭയങ്കര സുഹൃത്തായിട്ടുള്ള സുനീഷ് വാരനാടാണ് ഇതിന്റെ രചന. വിജയം പള്ളിക്കര എന്ന് പറയുന്ന ഒരു നല്ല പ്രൊഡ്യൂസറെ സംവിധാനം കിട്ടിയെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. സൈജു കുറുപ്പാണ് ഇതിലെ നായകൻ. രാഹുൽ മാധവ് ഉണ്ട്, പിഷാരടി ഉണ്ട്, സുനിൽ സുഗതയുണ്ട്, ചിത്രനായകനുണ്ട്, ശരിയുണ്ട്. അങ്ങനെ കുറെ പേരുണ്ടെങ്കിലും ഞങ്ങളെക്കാട്ടിയൊക്കെ വലിയൊരു കഥാപാത്രമായിട്ട് മണിക്കുട്ടി എന്ന് പറയുന്നത് പശുവും കൂടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ സൈജു കുറുപ്പിന് 2 നായികമാരാണ്. പശുവാണ്, ചെറിയൊരു അമർഷം രേഖപ്പെടുത്തി. ഞാൻ വെച്ച് നോക്കാൻ നേരത്ത് അല്ല മോളെ, ഞാൻ പറഞ്ഞു നോക്കാൻ നേരത്ത് ഐശ്വര്യനെക്കാട്ടി സുന്ദരിയാണ് ഞങ്ങളുടെ മണിക്കുട്ടി. മണിക്കുട്ടിനെ കൊണ്ടുവരുന്നതായിരിക്കും. അത്ര പിടിച്ചിട്ടില്ല. കോമ്പിനേഷൻ സീൻ കൂടുതലും പശുവായിട്ടാണ്. അത് കഴിഞ്ഞ് ധർമ്മചേട്ടന്റെ കൂടെയാണെന്ന് നമ്മുടെ ഈ സിനിമകളിലെ. ഞാൻ ഈ സിനിമയിലെ കറവക്കാരനാണ്, ഈ മണിക്കുട്ടിയുടെ കറവക്കാരനും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് മണിക്കുട്ടി ഇട്ടുണ്ട്. പക്ഷെ എന്നെക്കാട്ടും കൂടുതൽ അടുപ്പും സ്നേഹവും കഥാപരമായിട്ടും
അതിന്റെ ഒരു ഇമോഷണലും കാര്യങ്ങളൊക്കെ സജി കുറുപ്പിനാണ്. ഞാൻ ഇതിന്റെ ഒരു കറവക്കാരൻ, എല്ലായിടത്തും കറക്കാൻ പോകുന്നത്. പക്ഷെ സജി കുറുപ്പിന്റെ ഒരു സുഹൃത്തായിട്ട് നിന്നിട്ടുള്ള പ്രശ്നമുണ്ട്. പക്ഷെ എനിക്കും മണിക്കുട്ടി ഭയങ്കര പ്രിയപ്പെട്ടതാണ്. മണിക്കുട്ടീനെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. അതെ, ഈ മൃഗങ്ങളിലെ സിനിമകളിലെ നമ്മളെക്കാട്ട് നന്നായിട്ട് അഭിനയിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അങ്ങനത്തെ വല്ല സീനൊക്കെ ഉണ്ടോ? അതെന്താന്ന് വെച്ചാല് ഇപ്പൊ ഡയറക്ടർ നമ്മളോട് ഇങ്ങോട്ട് മാറിയിക്കാൻ പറഞ്ഞ നമ്മൾ മാറി നിൽക്കും. ഐശ്വര്യനോട് മാറിയിക്കാൻ പറഞ്ഞ മാറിയിരിക്കും. ഈ പശുവിനോട് മാറിയിക്കാൻ പറഞ്ഞ നൗഷാദൊക്കെ പറയണത് പശു അനുസരിക്കണമെന്നില്ല. പക്ഷെ എന്താണെന്ന് അറിയില്ല, അനുസരണയുള്ള പശു നമ്മൾ കയറി പിടിച്ചൊന്ന് നിർത്തി കൊടുത്താൽ എവിടെ നിൽക്കും. എന്തോ പുള്ളിക്കാരത്തേക്ക് അറിയായിരുന്നു ഇതൊരു സിനിമയാണെന്നും സെൻട്രൽ ക്യാരക്ടർ ഞാനാണെന്നും ഒക്കെ അറിയാവുന്ന ഒരു രീതിയിലുള്ള പ്രകടനമായിരുന്നു പുള്ളിക്കാരത്തിന്. ആക്ടിങ് പഠിച്ചിട്ടൊക്കെ വന്ന പോലെ. സാധാരണ നമ്മളൊരു മൃഗങ്ങളെയൊക്കെ ട്രെയിൻ ചെയ്തിട്ടാണല്ലോ സിനിമയിൽ വരുന്നത്. ഇതൊരു പശുവിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇതെന്തോ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്ന പോലെയുള്ള ഒരു ഫീലായിരുന്നു സിനിമയിൽ. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് റിയൽ ആയിട്ട് മണിക്കുട്ടിയോട് ഒരു സ്നേഹം തോന്നി. നമ്മൾ പോയി അന്വേഷിക്കും, മണിക്കുട്ടി ഓക്കെ അല്ലേ, മണിക്കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ ആ ഒരു ഇതിൽ പോലും എത്തി. ലാസ്റ്റ് ഒക്കെ നമ്മള് സ്ക്രീനിൽ എഴുതി കാണിക്കുമല്ലോ, മൃഗങ്ങൾക്ക് ഒരു ഉപദ്രവം വരുത്തിയിട്ടില്ല എന്ന് എഴുതി കാണിക്കുമല്ലോ. ഇത് വരുത്തിയിട്ടൊന്നുമില്ല, സ്ക്രീനിൽ കാണിക്കേണ്ടത് ശരിക്കും ഞങ്ങൾ ഈ മൃഗത്തെ വളരെ സ്നേഹിച്ചിരുന്നു എന്നാ കാണിക്കുന്നത്. അങ്ങനെ ഒരു ടൈറ്റിലാണ്. ഡിസ്ക്ലൈമർ കൊടുക്കൂലേ, നോ ആനിമൽ വാസ് ഹേർട്ട് എന്ന് പറഞ്ഞിട്ടല്ലേ, അതിന് പകരം ഇതാണ് കൊടുക്കേണ്ടത് ശരിക്കും. ഞങ്ങള് സെറ്റിലുള്ള എല്ലാവരും മണിക്കുട്ടിയെ സ്നേഹിച്ചു, വല്ലാതെ സ്നേഹിച്ചിരുന്നു എന്നാണ് ശരിക്കും കൊടുക്കേണ്ടത്. കോഴിനെ സ്നേഹിക്കുന്നില്ലേ, എല്ലാം ഉണ്ട്. കോഴിനെ വിൽക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതുണ്ട്, പക്ഷെ അത് ക്യാമറ കഥ മുഴുവൻ പറയല്ലേ, ക്യാമറ ട്രിക്കായിരുന്നു. കോഴിനെ വിൽക്കുന്നത് ക്യാമറ ട്രിക്കായിരുന്നു. ശരിക്കും ഈ സിനിമയെ കുറിച്ച് എല്ലാം അറിയാൻ തോന്നുന്നല്ലേ? അറിയാം, അത് കൊള്ളാം. എന്തായാലും അറിയല്ലോ. ഈ അഭിനയം എന്തെങ്കിലും എപ്പോഴെങ്കിലും ചില കാര്യങ്ങൾ ഞാനോ എന്തുണ്ടെന്ന് അഭിനയത്തിലേക്ക് താല്പര്യമുണ്ട്. നമ്മള് ഇവന് ആ സംഗീതം മാത്രമാണ് ഏൽപ്പിച്ചു വെച്ചത്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. കൂടുതൽ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ കൊടുത്താൽ സൂചി കടത്തണടുത്ത് കൊടുത്ത് മുമ്പ് അതുകൊണ്ട് കൂടുതൽ ഐഡിയ ഒന്നും കൊടുക്കല്ലേ. അല്ലല്ല, ഇതില് ഒരു പാട്ടില് അഭിനയിച്ചിട്ടുണ്ട്, അത് കടന്നു പോണേന്നാണ് എന്റെ പ്രാർത്ഥന. നേ വന്നു പോയി. അവസരങ്ങൾ വന്നിട്ടുണ്ടോ? അല്ല അങ്ങനെ ഇല്ല 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 വന്നിട്ടില്ല. ചിലര് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ താല്പര്യമുണ്ടോ, അല്ല എഴുതാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സമയമൊക്കെ കിട്ടണ്ടേ. ഈ പോസ്റ്ററിലെ ഇപ്പൊ നമ്മള് പണ്ട് മണിച്ചേട്ടനെയും നമ്മുടെ സുരേഷ് ഗോപിനെയൊക്കെ കാണുന്ന ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഒരു നായകന്റെ കൂടെ എപ്പോഴും നിൽക്കുന്ന ഒരു കൂട്ടുകാരൻ. അതിന് കുറെ നാൾ ശേഷം നമുക്ക് പോസ്റ്റർ കാണുമ്പോൾ അങ്ങനെ കട്ടക്ക് നിൽക്കുന്ന ഒരു കൂട്ടുകാരന്റെ ക്യാരക്ടറാന്ന് പറഞ്ഞു ഒരു പുതിയൊരു കോംബോ കൊണ്ടുവന്ന പോലെയുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ആ കോംബോ? ദിലീപ് ഏട്ടനും അതിൽ ചേട്ടനായിട്ട് കുറെയൊക്കെ തമാശകൾ ഞങ്ങൾക്ക് വർക്കാവും, ഞങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത ഈ ഒരു കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാനും സജുവായിട്ട് ആട് സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലേ? ആട് 1-ലും ആട് 2-ലൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നതാണ്. പുള്ളി അറക്കലാബു, ഞാൻ ക്യാപ്റ്റൻ ക്ലിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥാപാത്രങ്ങളായിട്ട് കുറെ നാളുകൾ ഉണ്ടായല്ലോ. ഈ സൈജു ഭയങ്കര ഷൈയാണ്, ഇത്തിരി ഇംപ്രൂവൈസ് ചെയ്യാനൊക്കെ പ്രശ്നമുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തെങ്കിലും തടസ്സം നമ്മളൊക്കെ ചോദിക്കും, ഞാനിവിടെ എന്ത് പറയും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ സഡൻ പിട്ടു കൊടുക്കുന്ന സാധനം നമ്മൾ പറയുന്നതിനെക്കാട്ടും ഗംഭീരമായിട്ട് പറയും. കയ്യടി പുള്ളിക്കും കിട്ടും, പറഞ്ഞു കൊടുത്ത ആള് വെറുതെ സൈഡിൽ പോയി ഒരു തൊഴുത്തില്ല. ഇവര് പെർഫോം ചെയ്യാൻ വേണ്ടിട്ട് കുറച്ചു നേരം ചിരിച്ചിട്ട് നമുക്ക് എടുക്കാമെന്ന്. അത്രയും നല്ല ലൈവ് ആയിട്ടൊക്കെയാണ് ഇവര്. അത് അങ്ങനെയൊക്കെ ചിരിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞങ്ങള് പശു ചാണകം കൂടുന്ന ഷോട്ടാണ്. ചാണകം പോയാൽ പിന്നെ വെയിറ്റ് ചെയ്യണം. ചാണകം ഇടുന്നത് നോക്കി ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഷോട്ട്. ചാണകം വീഴണത് നോക്കിയിരിക്കുന്ന സംഭവത്തിലാണ് ഷോട്ടിൽ ചിരിച്ച് തെറ്റിച്ച് കഴിഞ്ഞാൽ ഭയങ്കര നല്ല കെമിസ്ട്രി ആയിരുന്നു അവര്. അത് നമുക്ക് ഞാൻ കൂടെ ഉണ്ടെങ്കിൽ ഐ മീൻ ക്യാരക്ടറായിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടിയും എനിക്ക് മനസ്സിലായി ഒരു പ്രേക്ഷകൻ അത് കാണുമ്പോൾ അത് എങ്ങനെ എടുക്കും എന്നുള്ള ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് സൈജു ചേട്ടനും ധർമ്മജൻ ചേട്ടനും തമ്മിലുള്ള. സ്ക്രിപ്റ്റിലെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ നടന്മാരും നടിമാരും ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ സ്ക്രിപ്റ്റിൽ ഓൾറെഡി ഉണ്ട്, അതിലെന്തെങ്കിലുമൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കുക എന്ന് പറഞ്ഞാൽ. ഇപ്പം സംഗീതം ചെയ്താൽ പാടാനൊരു ഗായിക വന്നാൽ
അവരുടെ ആയിട്ടുള്ള തിങ്സ് ഒക്കെ ഇടുമല്ലോ അതെ എന്ന് പറഞ്ഞുള്ള സാധനങ്ങളൊക്കെ ഉള്ളൂ. ഓൾറെഡി സ്ക്രിപ്റ്റിൽ എല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇതിട്ടോട്ടെ ഓൺ ദ സ്പോട്ട് ഇട്ടോട്ടെ ചിലത് ചോദിക്കുമ്പോൾ പറയും ഡയറക്ടർ പറയും അടുത്ത പടത്തിൽ ഇട്ടാൽ മതി. ഇതിലുണ്ട്. എല്ലാം കൂടെ ഒരു സിനിമയിൽ കൊടുക്കണ്ട. നമ്മൾ ആവശ്യമുള്ളത് ഡയറക്ടർ എടുക്കും. നമ്മൾ ചർച്ച ചെയ്തിട്ടാണല്ലോ ഇത് അവിടെ പറയുന്നതൊക്കെ. അങ്ങനെയൊക്കെ കുറെ സാധനങ്ങളുണ്ട്. പിഷാരടി ഈ പടത്തില് ബ്രേക്ക് ഡോക്ടറായിട്ട് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഒരു കോമ്പിനേഷൻ സീനിൽ വരുന്നൊരു സീനുണ്ട്. അത്യാവശ്യം ചിരിക്കാനുള്ള സീനാണ്. വളരെ കുറച്ചേ ഉള്ളെങ്കിലും അവനൊരു ഭംഗിയായിട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇതില് എനിക്കുണ്ട് കേട്ടോ ഒരു നായിക, ചിത്ര. ചിത്ര ഇടക്കിറങ്ങിയ പടത്തിൽ ഭയങ്കര ഹിറ്റായിരുന്നു. ചിത്ര ഈ പടത്തില് നായികയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഹിറ്റായ ആൾക്കാർ ഈ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ചിത്രനെ അത്ര ആൾക്കാർക്ക് അറിയില്ല. ഇത് ചിത്ര ഹിറ്റാണ്. അപ്പൊ ഇവിടെ വരുമ്പോ അവള് ഭയങ്കര നായികയായി. എപ്പോഴും ഈ കോമഡി കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആളുകളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്തരം കഥാപാത്രങ്ങൾ എത്ര പേർക്ക് നന്നായിട്ട് ആളുകളെ കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബോളിവുഡ് ആക്ടർ അക്ഷയ് കുമാർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവുമല്ലോ. കാരണം നമ്മളൊരു സീരിയസ് വേഷങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ കരയിപ്പിച്ചു കഴിഞ്ഞാൽ ആളുകൾ അതിനെ അയ്യോ നന്നായിട്ട് അഭിനയിച്ചു, ഇതിന് വലിയ അവാർഡുകൾ. വേറൊരു കാര്യം കൂടി പറഞ്ഞു, എന്റെ സിനിമകൾ പൊളിയണേന്നാണ് ബോളിവുഡിലെ ആക്ടർമാരെ ചിന്തിക്കണേന്നും കൂടി പറഞ്ഞായിരുന്നു. അതെ. അപ്പൊ ഇത്തരം തമാശകളെ എന്തുകൊണ്ടാണ് അവഗണിക്കുന്നതെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പലപ്പോഴും തമാശ ഇത്രയും പെർഫോം ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മളൊരു കരയിപ്പിക്കുന്ന വേഷങ്ങൾ ചെയ്ത ആൾക്കാരെ നമ്മൾ വിളിച്ച് കൊള്ളായിരുന്നു കേട്ടോ, അതിന് അവാർഡുകൾ കൊടുക്കുന്നു, ബെസ്റ്റ് ആക്ടർ അവാർഡുകളൊക്കെ കൊടുക്കുന്നു. എന്തുകൊണ്ട് ഈ തമാശ അല്ലെങ്കിൽ കോമഡി കഥാപാത്രങ്ങൾ ചെയ്തതിന് അത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും ചേർന്ന് സംസ്ഥാന അവാർഡ് അതില് ഹാസ്യ നടനുള്ള അവാർഡ് വെട്ടിക്കളഞ്ഞു സർക്കാർ. അവാർഡില്ല. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അവാർഡ് കിട്ടിയത് സലിംകുമാറിനായിരിക്കും, ഹാസ്യ നടനുള്ള അവാർഡ്. അതൊക്കെ മേടിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായ സമയത്താണ് അത് നിർത്തലാക്കണത്. എനിക്ക് തോന്നുന്നു കരച്ചിൽ എന്ന് പറയുന്ന ഒരു വെരി സ്ട്രോങ് ഇമോഷൻ അല്ലേ. അത് കാണുമ്പോൾ അതിൽ ഭയങ്കരമായിട്ട് ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഹാസ്യം ആക്ച്വലി ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏറ്റവും കൂടുതൽ തമാശകളുണ്ടാണ്. പക്ഷെ നമ്മൾ ആക്ച്വലി ചിരിക്കുമ്പോൾ നമ്മൾ ലൈറ്റ് ആവുന്നു. അപ്പൊ ഇന്റൻസ് ഇമോഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കരച്ചിലാണ്, അല്ലെങ്കിൽ ഭയങ്കര ആങ്കർ ആവുന്നതാണ്, ദേഷ്യമാവുന്നതാണ്. അപ്പോൾ ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കും ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ, പ്രേക്ഷകന്റെ ഉള്ളിൽ ഇതൊരു ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഫീല് വരാൻ ഒരുപക്ഷെ അതായിരിക്കാം. നമ്മൾ എത്ര എനർജി എടുത്തിട്ടാണ് ദേഷ്യപ്പെടണേ. ചിരിക്കാൻ നമുക്ക് എനർജി ലോസ് ഒന്നുമില്ല, നഷ്ടമില്ല. ചിരിക്കുമ്പോൾ ആക്ച്വലി യു ആർ ജസ്റ്റ് ഫീലിംഗ് ലൈറ്റ്. പക്ഷെ നമുക്ക് കൂടുതൽ ഇന്റൻസിറ്റി വരുന്നത് ദേഷ്യം വരുമ്പോഴും, ആങ്കർ ഭയങ്കര ലൗഡായിട്ട് ഡയലോഗ് പറയുമ്പോൾ. ഐശ്വര്യനെ ദേഷ്യം പിടിപ്പിക്കരുത്. ഈ സിനിമ ചെയ്യുമ്പോഴേ ഇത്രയും നമ്മളെ കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയാണല്ലോ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു പ്രിപ്പറേഷൻ നടത്തല്ലോ ഒരു സിനിമയിൽ എത്തുമ്പോൾ. മോശമാവാൻ പാടില്ല, കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ ചെയ്യണം. അത്തരത്തിലൊരു പ്രിപ്പറേഷൻ ഒക്കെ എന്തായിരുന്നു ഈ ഒരു കഥാപാത്രം ചെയ്യാൻ? എനിക്ക് ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടായിട്ടില്ല. ആ ക്യാരക്ടറിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ സാറും ഡയറക്ടർ സാർ ആയിക്കഴിഞ്ഞാലും സിദ്ദിഖ് സാർ ആയിക്കഴിഞ്ഞാലും ഒക്കെ പറയുന്നതാണ് ക്യാരക്ടർ ഇങ്ങനെയാണ്, അവരുടെ ഇതാണ് അവളുടെ ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്, ഇവർക്ക് ഇങ്ങനെയാണ് ഇവരുടെ കുടുംബ പശ്ചാത്തലം എന്നൊക്കെയുള്ള കാര്യങ്ങൾ എനിക്ക് ആദ്യമേ പറഞ്ഞു തന്നു. അതിനുവേണ്ടി ഞാൻ പ്രത്യേകിച്ച് ഒരു പ്രിപ്പറേഷൻ ചെയ്തിട്ടില്ല. കഥാപാത്രത്തിന്റെ പേര് സീന എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അബുവിന്റെ സൈജുന്റെ ഓക്കെ, അടിപൊളി. ഇപ്പൊ ദിലീപേട്ടനായിട്ട് കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ പൊട്ടിച്ചിരികൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പൊ കൂടെ അഭിനയിച്ച എല്ലാവരും പറയായിരുന്നു ദിലീപേട്ടൻ എന്തെങ്കിലും ഒരു കഥാപാത്രം ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും തമാശ പറയോ അല്ലെങ്കിൽ ആക്ഷൻ കാണിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൂടെ ഉള്ളവർക്ക് ചിരി വരും. പക്ഷെ ആ ആക്ഷൻ പറയുമ്പോഴത്തേക്ക് അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്യും, നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും എന്ന് പറയും. ആ ഒരു കെമിസ്ട്രി എങ്ങനെയാ? ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് മൈ ബോസ് എന്ന് പറഞ്ഞൊരു പടത്തില് ഒരു ചായക്കടക്കാരന്റെ ഒരൊറ്റ സീനിലുള്ള റോൾ എനിക്കുണ്ട്. ഇവിടെ നീ ഒരു ചായക്കടക്കാരന്റെ റോളൊന്നും ഒരു സീനിൽ അഭിനയിക്കോടാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ജിത്തു ജോസഫിന്റെ പടമാണ്. ഞാൻ പറയാട്ടെ അതിനെന്താ ചേട്ടനോട് അല്ലേ വരാം. ചെന്നു ഒരു ചായക്കടക്കാരന്റെ റോളാണ്. അപ്പം അതേപോലെ ഓരോ സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ആർട്ടിസ്റ്റുകൾ വേറെ ഉണ്ട്. മരിച്ചോ അനീഫിക്ക ഉണ്ട്, ഏലൂർ ജോർജ്, അവരൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ സീനാണ് ആദ്യം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നീ ഒരു ചായക്കടക്കാരനാണ്, ഞാനും മമതയും കൂടി ഒരു ചായക്കടയിൽ വരുന്നു. അവിടെ ഒരു വൃത്തികെട്ട ചായക്കടയും വൃത്തികെട്ട സപ്ലയറുമായിട്ട് നിനക്ക് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തീരുമാനിക്കുന്നു. അതിന് സ്ക്രിപ്റ്റ് വൈസ് അത്രേ ഉള്ളൂ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ദിലീപേട്ടന് ഞാൻ കൂടി ഇരുന്നിട്ട് അവ എന്ത് ചെയ്യുമോ അറിയും. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് കടികളുടെ പേര് ഇങ്ങനെയൊക്കെ പറയാം. അതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ്
അങ്ങനെ ഞാൻ പോയി കുറെ കടികളുടെ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് ഒന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഇവിടെയൊക്കെ മാന്തിയിട്ട് അത് പറയുന്നു ഈച്ച. അപ്പൊ മമത ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നു, എൻ്റെ നെയില് കാണിക്കാൻ പറയുന്നു. അതൊക്കെ പറയുന്ന സിറ്റുവേഷൻ ഞങ്ങൾ അവിടെ ഇരുന്ന് ഉണ്ടാക്കി എടുത്തതാണ്. ആ പുള്ളിയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ ഡബ് ചെയ്ത് കഴിഞ്ഞ് പോന്നു. പടമൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡബിങ്ങിന് വിളിച്ചു. ഞാനത് കഴിഞ്ഞ് പോന്നു. അപ്പോഴാണ് പുള്ളി എന്നെ വിളിച്ചിട്ട് ചേട്ടാ ഒരു സാധനം ഒന്ന് വന്ന് ചെയ്തു തരോടാണ്. പുള്ളി ഭയങ്കര അഭ്യർത്ഥനയൊക്കെ അപേക്ഷയൊക്കെയാണ് പുള്ളി ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ. എന്താ ഏട്ടാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഒരു ഡയലോഗ് ഒന്ന് മാറ്റിയെടുക്കാനുണ്ട്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു മേൽപ്പറഞ്ഞ കടികളൊന്നും ഇവിടെ ഇല്ല എന്നാണ് ഞാൻ എൻ്റെ ഡയലോഗ് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇട്ട് കടിക്കണമുണ്ട്. മേൽപ്പറഞ്ഞ കടികളൊന്നും നല്ല കടിയാണല്ലോ പറയാൻ വേണ്ടി മാത്രം പുള്ളി ആ ഒറ്റ ഡയലോഗ് എടുക്കാൻ വേണ്ടി എന്നെ കൊണ്ടിട്ട് അഭിനയിപ്പിച്ചു. കോമഡിയിൽ ഭയങ്കര അഗ്രഗണ്യനാണ്. സ്ക്രിപ്റ്റിന് വേണ്ടി പുള്ളി നേരം വെളുക്കണ വരവിക്കും. ചിലപ്പോൾ ഷൂട്ടിങ്ങിന് ഇത്തിരി വൈകി വന്നാലും സ്ക്രിപ്റ്റിന് വേണ്ടി പുള്ളി നേരം വെളുക്കണ വരവിക്കും. ഒരു ചെറിയ കോമഡിക്ക് വേണ്ടിയാണെങ്കിലും പുള്ളി ഏക്കുന്നുണ്ടെങ്കിൽ പുള്ളി അതാണ് അതിന്റെ ഒരു കെമിസ്ട്രി. അപ്പൊ അതിന്റെ കൂടെ നിൽക്കുക. പിന്നെ മിമിക്രി രക്തത്തിലുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും. അതിന്റെ റിസൾട്ടാണ് നമ്മള് ഒരൊറ്റ സീനിലെങ്കിൽ ഇന്നും ഈ കോമഡി സീക്വൻസിൽ ആ സീൻ കാണിക്കുമ്പോഴേ ഞാൻ ഭയങ്കരമായിട്ട് എപ്പോഴെപ്പോഴും കാണിച്ചിട്ടിരിക്കുന്ന ഒരു സീനിലേ അഭിനയിച്ചിട്ടുള്ളൂ, അത്രേ ഉള്ളൂ ആ പടത്തില്. പക്ഷെ അത് ഭയങ്കര ഹിറ്റാണ്. ഈ ഇമോഷൻ എന്ന് പറയുമ്പോൾ അഭിനയത്തിൽ മാത്രമല്ല, ഇപ്പൊ മ്യൂസിക് ചെയ്യുകയാണെങ്കിൽ അത് ഏത് ഇമോഷനിലാണ് പോകുന്നത് ആ രീതിയിൽ സോങ്സ് ഉണ്ടാക്കണല്ലോ. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് എത്തരത്തിലൊരു പാട്ടുകൾ ചെയ്യാനായിരിക്കും? അങ്ങനെ ഇല്ല, ബുദ്ധിമുട്ട് അങ്ങനെ തോന്നുന്നില്ല, ഒരിക്കലും ഇല്ല. നമ്മളിപ്പോ ഇപ്പൊ നമുക്ക് അറിയാത്തൊരു ജോണറാണ്, പലതരം ജോണേഴ്സ് ഉണ്ടല്ലോ. ആണെങ്കിൽ പോലും നമ്മൾ ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുക, അത്തരം ആർട്ടിസ്റ്റുകളുടെ വർക്കുകൾ കൂടുതൽ അനലൈസ് ചെയ്യാൻ നോക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അല്ലാണ്ട് ഒരു സർട്ടൺ ഇമോഷൻ സീനിന്റെ ഇതും കൂടി നോക്കും അല്ലേ? ഓഫ് കോഴ്സ് ആ സീൻ എന്താണ്, അതിന് മുമ്പ് എങ്ങനെയാണ്, ഈ ക്യാരക്ടേഴ്സിന് എന്തൊക്കെയാണ്, എന്ത് ലെവലിലാണ് ആ ഒരു ഡോസേജ് കൊടുക്കേണ്ടെന്നൊരു സംഭവം ഉണ്ടല്ലോ. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ ലൈലാഗമയുടെ പാട്ടാണെങ്കിൽ അതിൽ അവർ മുംബൈ പോലൊരു സിറ്റിയിൽ നിന്ന് പറിച്ച് നടപ്പെടുന്ന ഒരു ഫാമിലി. അപ്പോൾ ആ പറിച്ച് നടപ്പെടുമ്പോൾ അവർക്ക് പുതിയൊരു സ്ഥലത്തേക്കുള്ള ഹോപ്പ് ഉണ്ട്, അതേസമയം അവിടെ ജീവിച്ച സ്ഥലത്ത് നിന്ന് പോകുമ്പോഴുള്ള ഒരു വിഷമമുണ്ട്. അപ്പം അതിനകത്ത് എത്ര മെലഡി, എത്ര ഒരു ഹാപ്പി പാട്ടാണ്, അതിൻ്റെ അകത്തൊരു സങ്കടം എവിടെയോ തോന്നണം. അതാണ് കണ്ണെത്താ ദൂരത്തെ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു ദർ ഇസ് സം കൈൻഡ് ഓഫ് എ സാഡ്നെസ്, ഒരു ചെറിയൊരു ദുഃഖം, എവിടെ ഒരു വിങ്ങൽ ഉണ്ട്. ആ വിങ്ങലുണ്ടെങ്കിൽ എപ്പോഴും മനുഷ്യന് നമുക്ക് ഒരു കാര്യം പാട്ടൊക്കെ ആണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാൻ, ഇപ്പോൾ ഈവൻ ഒരു ഫാസ്റ്റ് നമ്പർ ആണെങ്കിൽ പോലും അതിലൊരു നീ തുള്ളിത്തുള്ളും മധുവല്ലേ എന്ന് പറയുമ്പോൾ അത് കൊള്ളാലോ എന്നൊരു സാധനം അവിടെ വർക്കൗട്ടാവും. അപ്പം എത്ര ഒരു ഫാസ്റ്റ് പേസ് നമ്പർ ആണെങ്കിലും അതിലൊരു ചെറിയൊരു എലിമെൻ്റ്, ഒരു സിംഗിൾ ലൈൻ ഒരു കൊടുത്താൽ പോലും അത് ഭയങ്കരമായിട്ട് അത് വെച്ചിട്ട് ആളുകളത് എന്താ കണക്ട് ആയെന്ന് ചിലപ്പോൾ അവർക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷെ ഇതാണ് സംഭവം, അതാണ് അതിൻ്റെ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. റെസിപ്പി ഫിക്സ്ഡ് ആയിട്ട് റെസിപ്പി ഒന്നുമില്ല, ബട്ട് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ഇമോഷനും നമുക്ക് അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇപ്പം ഈവൻ എനിക്ക് ഓർമ്മയുണ്ട്, ബാച്ചിലർ പാർട്ടി ചെയ്യുമ്പോൾ അമലായിട്ട് നമ്മൾ സ്കോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ടൈം എടുത്തു. അതായത് കുറേ ഹെവി ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് അച്ഛാനെ നിങ്ങൾ ലവ് സോങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പരിപാടി ഉണ്ട്, അതോ ഇങ്ങോട്ട് പിടിക്കാൻ. അപ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഗോ ടു ഇമോഷൻ അല്ലെങ്കിൽ മെലഡീസ് ആയിരിക്കാം. അല്ലാണ്ട് ബുദ്ധിമുട്ടുള്ള ഇമോഷൻസ് ഒന്നുമില്ല, എല്ലാം ഹാപ്പിനെസ് ആണ്. ഒരു പാട്ട് പാടോ? ഇഷ്ടമുള്ള ഒരു പാട്ട്, ഇതിലെ പാട്ട് നമ്മുടെ പടത്തിലെ പാട്ടിന്റെ പാടാം അല്ലേ ഏറ്റവും നല്ലത്. ഒന്ന് ലിറിക്സ് നോക്കിയോട്ടെ. അതായത് മണിക്കുട്ടിയുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. മണിക്കുട്ടി എന്താണ്, മണിക്കുട്ടീനെ പറ്റി ഡിസ്ക്രൈബ് ചെയ്ത് മണിക്കുട്ടി എന്താണ്, വാട്ട് ഷീ മീൻസ് ടു ദെയർ ലൈഫ്, മണിക്കുട്ടി ഇവരുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു എങ്ങനെയാണ്, അതാണ് ആ പാട്ടിന്റെ ഒരു ഇത് കേട്ടോ. നാഴൂരിപ്പാല് തേനൂറും പാട്ട് നെഞ്ചാകെ തൂകും നേരം, താലാട്ടും ഏന് വാലാട്ടും നീ ചൊല്ലാതെ ചൊല്ലും നേര്, ചാരേ ഇരു കണ്ണും നട്ട് പോകേ ഇവൻ ഉള്ളം തൊട്ട്, കൂമ്പാളക്കിണ്ണത്തിൽ ഈ അൻപിൻ പൈമ്പാല് നീ ചുരന്ന് ഞാൻ കറന്ന്,
നാഴൂരിപ്പാല് തേനൂറും പാട്ട് നെഞ്ചാകെ തൂകും നേരം താലാട്ടും ഏന് വാലാട്ടും നീ ചൊല്ലാതെ ചൊല്ലും നേര്. അടിപൊളി അടിപൊളി. ബ്യൂട്ടിഫുൾ ലിറിക്സ് ആണ്. ലിറിക്സ് പൊളിയാണ്. ഹരിയുടെ വരികൾ അടിപൊളിയാണ്. അടിപൊളിയാണ്. ഇവിടുന്ന് എല്ലാവരും ചോദിക്കുന്നു ഒരു ലവ് സോങ് ഒന്ന് പാടോ? ലവ് സോങ് അതെ അതേ വലിയ ആരാധകനാണ്. ഹേമന്തം തട്ടിയാലോ, കാച്ചിയാലോ? ഓക്കെ. ഹേമന്തമെൻ കൈക്കുമ്പിളി തൂവും നിലാപ്പൂ നീ പൂങ്കാറ്റ് പോൽ നിന്നുള്ളിലെ പൂഞ്ചില്ല തേടുന്നു ഞാനിതാ കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്ന നിൻ വാക്ക് പോലെ അതിലോലം അനുരാഗം തേന്മാരിയായി. ആഹാ ലാ 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 ലാ. ഹേമന്തമൻ കൈക്കുമ്പിളി തൂവും നിലാപ്പൂ നീ. എന്ത് രസമായിട്ടാ പാട്ടേ. ഇപ്പൊ നമ്മളൊരു സെലിബ്രിറ്റി ആവുമ്പോഴേ നമ്മളെല്ലാവരും ഒരു സെലിബ്രിറ്റി ആണല്ലോ. ഞങ്ങളല്ല. അപ്പൊ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ആളുകൾ ഏറ്റെടുക്കുന്നു, അല്ലെങ്കിൽ അത് വലിയ വാർത്തയാവുന്നു. എന്ത് ചെയ്താലും അതിപ്പം ചേട്ടന്റെ കല്യാണം നടന്നപ്പോഴും അത് വലിയൊരു വാർത്തയായിരുന്നു. കുറെ പേര് ഇൻസ്പയർ ചെയ്തു, വീണ്ടും കല്യാണം കഴിക്കാൻ ആൾക്കാരെ ഇൻസ്പയർ ചെയ്തു. അതേസമയത്ത് തന്നെ നമ്മുടെ സിദ്ദീഖിന്റെ മകൻ മരിച്ച സമയത്ത് അതൊരു വലിയൊരു വാർത്തയായിരുന്നു. ഈ ഓൺലൈൻ മീഡിയാസ് ഒക്കെ പോയിട്ട് അത് കവർ ചെയ്തു. അതിനെതിരെ അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ചെയ്തു, ശല്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം സാറിന്റെ കയ്യിലും അമ്മ മരിച്ചപ്പോൾ ഇതേപോലെ ഓൺലൈൻ മീഡിയാസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു സ്റ്റാർ ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് ഇത് കയറുന്നു, അവർ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്നു തോന്നിയിട്ടുണ്ടോ? നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, രണ്ടും ഉണ്ട്. സൈബർ ആക്രമണം വളരെയധികം നേരിടാറുണ്ട്. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം കൂടി ആയതുകൊണ്ട് അത് വേറെ രീതിയിലുണ്ട്. നല്ല കാര്യം ചെയ്താൽ ആരും നല്ലതാണെന്നൊക്കെ പറയണത് വളരെ ചുരുക്കമായിരിക്കും. എന്തെങ്കിലും കിട്ടിയാൽ നമ്മളെ കയറി മേയാൻ ഒരുപാട് വരും. ഞാൻ പിന്നെ ഈ ബാക്കപ്പ് ശ്രദ്ധിക്കാറില്ല ഒരുപാട്. എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത് കുറച്ചൊക്കെ ഇങ്ങനെ വെറുതെയൊക്കെ നോക്കുമല്ലോ. എൻ്റെ മൂത്ത മോള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൾ എന്നെ ഇങ്ങനെ എടുത്ത് പൊക്കി പിടിച്ചപ്പോൾ ഇളയ മോളൊരു ഫോട്ടോ എടുത്തു. എന്നെ ഇങ്ങനെ അവളെടുത്തിട്ട് വെക്കുന്നു, ഇളയ മോളൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ അതിനൊരു ക്യാപ്ഷൻ ഇടണം. അപ്പം ഞാൻ എന്നിട്ട് ക്യാപ്ഷൻ ഇട്ടു, എൻ്റെ അച്ഛന് വലിയ വെയിറ്റ് ഇല്ല. രണ്ട് രീതിയിലാണ് ഇട്ടത്. അധികം വെയിറ്റും ഇല്ല, തലയിലും ഇല്ല എന്നുള്ള രീതിയിലുള്ള എൻ്റെ അച്ഛന് വെയിറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ നോക്കിയത് കൊച്ചിൻ്റെ പേരിലുള്ളതാണല്ലോ. അപ്പോൾ വെറുതെ നോക്കിയപ്പോൾ ഒരുത്തൻ ഇട്ടേക്കുക, അവനെ വല്ല തോട്ടിലും കൊണ്ട് വലിച്ചെറിഞ്ഞ് കളയാം. അപ്പോൾ എനിക്കതൊരു ഭയങ്കര ഞാൻ വെറുതെ നോക്കിയപ്പോൾ എൻ്റെ മോളുടെ അത്ര ഉള്ളൊരു മോൾ അയാൾക്കും ഉണ്ട്, നല്ലൊരു ഭാര്യയുണ്ട്, ഇയാളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ ജീവിതത്തിൽ ഇന്നവരെ അങ്ങനത്തെ എനിക്ക് പരിചയമില്ലാത്ത ഒരാൾക്ക് ഞാൻ വാട്സപ്പിലൂടെ മറുപടി കൊടുത്തിട്ടില്ല. ഞാനപ്പോൾ അയാളോട് അയാളുടെ ഫാമിലിനെ കണ്ടപ്പോൾ ഞാൻ പറയും, നിങ്ങളുടെ കുടുംബത്തെ ഞാൻ കണ്ടു, നല്ലതായിരുന്നു, നല്ല മോളാണ് കേട്ടോ, അടിപൊളിയായി എന്ന് പറഞ്ഞിട്ട്. ഇയാൾ പിന്നെ ഫേസ്ബുക്ക് അയാൾക്ക് കുറേ കിട്ടിയേക്ക്. അത് കഴിഞ്ഞിട്ട് അയാളത് പിൻവലിച്ച് പോയിട്ട് പിന്നെ കണ്ടിട്ടില്ല പേഴ്സണലി. ഇങ്ങനെയുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ്. നമ്മളൊക്കെ സാമൂഹ്യ ജീവിതം സെലിബ്രിറ്റി എന്ന് പറഞ്ഞില്ലേ, അതൊക്കെ മറന്നിട്ട് ബാക്കി നമുക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. വൃത്തിയുടെ കാണിക്കുമ്പോൾ പറഞ്ഞു വന്നേ കുഴപ്പമില്ല, വൃത്തിയുടെ കാണിച്ചാൽ പറഞ്ഞോ, അത് അർഹിക്കപ്പെട്ടതാണ് ഈ പറഞ്ഞു. അല്ലാണ്ട് നമ്മള് വെറുതെ പോണ വഴിക്ക് ഒരു ചവിട്ട്, ഒരു ചവിട്ടിത്തത്ത്
എല്ലാവർക്കും എല്ലാവരുമായിട്ടുള്ള രാഷ്ട്രീയം ഉണ്ടാവും, എല്ലാവരുടെ നിലപാടുകൾ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ ഓരോരുത്തർ പേഴ്സണൽ സംഭവമാണ്. എന്ന് വെച്ചാൽ ഞാൻ അവരോടൊന്നും വീട്ടിൽ പോയിട്ട് ചോദിക്കണമെന്നില്ലല്ലോ. ഞാൻ എൻ്റെ വഴിക്ക് നടക്കുന്നു, എൻ്റെ ജോലിക്ക് നടക്കുന്നു, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കാണും. ഇപ്പൊ എല്ലാവരും പറയാറില്ല നമ്മുടെ സിനിമ എല്ലാവരും പോയി കാണണം എന്നൊക്കെ നമ്മൾ പറയും. അത് നമ്മുടെ ജോലി ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അല്ലാണ്ട് എല്ലാവരും പോയി കാണുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിക്കും നമുക്കും എല്ലാവർക്കും നല്ലതായിട്ട് വരാൻ വേണ്ടി നമ്മൾ പറയുന്നതാണ്. അല്ലാണ്ട് നമ്മൾ ഒരു ദുരുദ്ദേശത്തിന്റെ പേര് പറയുന്നില്ലല്ലോ. നമ്മൾ പറഞ്ഞാലല്ലേ ആൾക്കാരൊക്കെ ഒന്ന് ഇങ്ങനെ സിനിമ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലോ നമ്മൾ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ടൊക്കെ ഇവിടെ ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. അന്നത്തെ ദിവസം ഓസ്റ്റോമിന് അങ്ങോട്ട് ഇറക്കി കൊടുത്തപ്പോലെ ഈ ഓഗസ്റ്റ് 9 ഇറങ്ങുന്ന ഞങ്ങളുടെ പൊറാട്ട് നാടകം ജനങ്ങളെ ബോറടിപ്പിക്കാത്ത സംഗീതമുള്ള തമാശകളുള്ള കാര്യങ്ങളുള്ള ഒരു സറ്റയർ കോമഡി ഫിലിമായിരിക്കും. അപ്പം അത് എല്ലാവരും വന്ന് കാണണം എന്ന് മോള് തന്നെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾ ഈ പറയുമ്പോൾ തന്നെ കുറച്ചു മുമ്പത്തെ ഒരു ഇന്റർവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു സിനിമ കാണാൻ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ എന്തായാലും അതിന് പ്രധാനം നിങ്ങൾ ഓരോരുത്തർ തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയില് ഞങ്ങൾ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരാണ്. Thank you so much. Thank you so much.